ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാളൂസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു വീട് പോയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ, പക്ഷേ കുറേ പേര് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സത്യം ഞാൻ പറയാം, നമ്മൾ ആരാണെന്ന് ചിന്തിക്കാണ്ട് നമ്മളുടെ ഭാഗത്തുള്ള തെറ്റും ഒക്കെ മറച്ചു വെച്ച് മറ്റുള്ളവരെ ക്രൂശിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ഭൂമിയിലല്ലേ? ശരിയല്ലേ? നിങ്ങളെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി. ചിലപ്പോൾ ഒന്നും നിസ്സാരം ഒരു ചപ്പിട്ട പ്രശ്നം, അല്ലെങ്കിൽ എന്നാ പറയുന്നത് എന്തെങ്കിലും കുഞ്ഞി പ്രശ്നം അല്ലേ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വെട്ടും കൊലയും കൊലപാതകവും, അമ്മയ്ക്കിട്ട് തല്ലും അപ്പനിട്ട് തല്ലും, കൂടപ്പറപ്പിനെ തല്ലും, കൂടപ്പറപ്പിനെ എത്ര കണ്ട് ദ്രോഹിക്കാവോ അത്ര കണ്ട് ദ്രോഹിക്കും. അങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും എവിടെയെങ്കിലും ഒരു ഫാമിലിയെങ്കിലും കാണും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ള, മറ്റുള്ളവർക്ക് പാരയും ദ്രോഹവും തന്നെയായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോൻ താമസിക്കുന്ന ഒരു വീട്ടിൽ പോയിട്ട് വന്നേക്കാണ് ഞാനിപ്പം. ആ മോന് എന്ന് വെച്ച് മോൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നെക്കാട്ടി പ്രായമുണ്ട്, എന്നെ ചേച്ചി എന്നാണ് വിളിച്ചത്. അപ്പം ഞാൻ അവരുടെ കാര്യം പറയാം. നമ്മൾ ഇവിടുന്ന് ഒരു 10-23 രൂപ ബസ്സിന് അത്രയും ദൂരമുള്ളൂ കേട്ടോ. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളെക്കുറിച്ച്. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ അറിയാം, എന്നാലും ഇച്ചിരി ദൂരമുള്ളവരെ അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു ഫാമിലി പറഞ്ഞിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയതാണ് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 ഞാൻ രോഗികളെ സന്ദർശിക്കും, അതുകൊണ്ട് തന്നെ മരിച്ച വീടുകളിൽ പോവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സിന്ധു നീ ഇന്ന വീട്ടിലൊന്ന് പോകണം, നിനക്ക് പറ്റുമെങ്കിൽ നീ അവിടെ പോകണം, നീ ഒന്ന് കാണണം അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പോയതാണ് ഒരു വീട്ടിൽ അവിടെ അമ്മയും അച്ഛനും ഉണ്ട്. അമ്മയും അച്ഛനും 2 മക്കളാണ്, ഒരു മോനും ഒരു മകളും. മകളെ കെട്ടിച്ചൊക്കെ വിട്ടു. മകൻ നല്ല ഒന്നാന്തരം പിന്നെ ഇത് തന്നെയാണോ അതിന് പറഞ്ഞ കോൺട്രാക്റ്റ് എടുത്ത് പണിയുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് വലിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒന്നും ഇല്ലാണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുക എന്നെ ഇതെന്നറിയോ, ആൾ കുടിയും ബീഡി വലിയും മറ്റേ ഇങ്ങനെ നാക്കിനടിയിലൊരു സാധനം വെക്കുമല്ലോ, ഹാൻസോ ശമ്പൂ കുമ്പൂ അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞ്, അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വായിന് അടിയിലൊക്കെ വെക്കും. പിന്നെ ആയപ്പോഴത്തേക്കും കുറച്ച് നാൾ മഹാരാഷ്ട്രയിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്. എന്തോ കമ്പനികളിൽ മഹാരാഷ്ട്രയിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവന് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇവൻ ഈ കോൺട്രാക്ടറൊക്കെ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും കുറേ ഹിന്ദിക്കാരെയൊക്കെ നിർത്തി. പിന്നെ ഭയങ്കര ഹിന്ദിക്കാരുമായിട്ടായി കൂട്ട് മലയാളികളൊന്നുമായിട്ട് അത്രയ്ക്ക് ഒന്നും ടച്ചില്ല. ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് കേട്ടോ. അതൊരു ഭയങ്കര എനിക്ക് ഒത്തിരി വിഷമം തോന്നിയ കാര്യമാണ്. കാരണം ക്രിസ്ത്യൻസിൻ്റെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളായിരിക്കും മുതൽ അവരിങ്ങനെ വേദപാഠ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതാണ്. ഇപ്പോഴാണ് നമുക്ക് ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ബാലവേദിയും കാര്യങ്ങളും SNDP ആണെങ്കിലും ക്ലാസ്സുകളൊക്കെ പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എല്ലായിടത്തും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം പക്ഷെ പണ്ട് എൻ്റെ ഓർമ്മയുള്ളപ്പം മുതലേ ശനിയാഴ്ച ഉണ്ടെങ്കിലും സൺഡേ ഉണ്ടെങ്കിലും ഒക്കെ ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് വേദപാഠമുണ്ട്, ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം അങ്ങനെ പറഞ്ഞിട്ടേക്കുന്ന എൻ്റെ ഒരു മൈൻഡിൽ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളൊരു ഭവനത്തിലോ അതും ഒരു പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അത്രയും പ്രാർത്ഥനയുള്ള ഒരു അമ്മ കേട്ടോ. ആ അമ്മയുടെ മോനിങ്ങനെ ആയിപ്പോയതിലാണ് നമുക്കൊരു വേദനയും വിഷമവും വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒത്തിരി നീട്ടാതെ നിങ്ങളോട് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ആ മോൻ വലിയ കുഴപ്പമൊക്കെ ഇല്ലാണ്ട് മഹാരാഷ്ട്രയിലൊക്കെ പോയി ഇച്ചിരി ജോലിയൊക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കോൺട്രാക്ടർ പണി തുടങ്ങി ഹിന്ദിക്കാരെയൊക്കെ വെച്ച് പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേനും ഇവൻ ഇച്ചിരി ആൾ കളിക്കാൻ തുടങ്ങി. ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും വഴക്കൊക്കെ ആയി. ലാസ്റ്റ് അപ്പനിട്ടും അമ്മയ്ക്കിട്ടും അടിക്കാനായി. ആദ്യം കൂട്ടുകാർക്കിട്ടും അയൽവക്കക്കാർക്കിട്ടും പോയി. പിന്നെ ആയപ്പോഴത്തേനും അവർക്കിട്ടും അടിച്ച ഒരു സുഖമില്ലെന്ന് തോന്നിയിട്ട് അപ്പനിട്ടും അമ്മയ്ക്കിട്ടും ആയി. ലാസ്റ്റ് ഒരു പെങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിച്ചു വിട്ടതാണ്. അതിൻ്റെ നേരെയായി ഗുസ്തി. എന്നാന്ന് വെച്ചാൽ അത് പലപ്പോഴും കയറി വരുന്നു, അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും പിന്നെ വരുന്നു, അപ്പനും അമ്മേനെയും കാണാൻ വരുന്നു, ഇവനെയും കൂടപ്പുറപ്പല്ലേ കാണാനായിട്ട് വരുന്നു. പിന്നെ ലാസ്റ്റ് അതിനോടായി. അങ്ങനെയായി അവരെന്നെ ചെയ്തു, ആ കല്യാണം കഴിച്ച ആ ചെറുക്കൻ്റെ ഫാമിലി ഈ വീട്ടിലോട്ട് ഈ പെങ്ങളൂച്ചിനെ വിടാതെയായി. ലാസ്റ്റ് ഈ അമ്മയും അച്ഛനോട് ഇതിനെ കാണാനായിട്ട് വല്ലപ്പോഴും ആ വീട്ടിലോട്ട് പെണ്ണിനെ കെട്ടിച്ച് വീട്ടോട്ട് പോകും. അപ്പോഴത്തേനും തിരിച്ചു വരുമ്പോൾ ഇവർക്ക് കുശാല, നിങ്ങളെല്ലാം കൊണ്ടുപോയി അവൾക്ക് കൊടുത്തില്ലേ ഇവർക്ക് കൊടുത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അട്ടിയും പിടിയും വഴക്കും മറ്റും ഒക്കെ. ലാസ്റ്റ് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ ചില പേരൻസിൻ്റെ ഒരു തീരുമാനമുണ്ട്. എന്നാന്നറിയോ? കെട്ടിക്കുക. സത്യം, ഞാൻ മക്കൾ രക്ഷപ്പെടും, നന്നാകും, കെട്ടിച്ചാലെന്ന് ഓർത്തുണ്ട്. പാവം പിടിച്ച ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കെട്ടി, നല്ല വിദ്യാഭ്യാസവും നല്ല അറിവും ഒക്കെ ഉള്ളൊരു കുഞ്ഞ്. ആ അമ്മ ഇന്ന് എന്നോട് പറഞ്ഞു എന്നാന്നറിയോ,
മോളെ എനിക്കൊരു മകളുണ്ട്, ഒരു മകനുണ്ട്. പക്ഷേ ആ മക്കൾ രണ്ടും തരാത്ത സ്നേഹമാണ് എൻ്റെ മരുമോൾ എനിക്ക് തരുന്നത്. അമ്മച്ചീന്ന് വിളിച്ചാൽ മൊത്തം വിളിക്കില്ല. അമ്മച്ചീനെ അച്ചാച്ചനെയും ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം എന്നാ കുഞ്ഞു പറയും. അത്രയും നല്ലൊരു പൊന്നു മരുമോളെയാണ് ദൈവം എനിക്കത്. മരുമോളെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ അത്രയും നല്ലൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് ഇവൻ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് 1 വർഷത്തോളമൊക്കെ അങ്ങ് പോയി. അതിനിടെ ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞ് ഇവനെ ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ ആളാകെപ്പാടെ മൈൻഡ് ഇവൻ്റെ വേറൊരു ഇതായി. എന്നിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയോ ഒരു ആക്സിഡൻറ്റ് പറ്റി. ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ താഴെ വീണു ഇവൻ്റെ നടുവിനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെന്തോ ഇത് പറ്റിയിട്ട് നമ്മുടെ ബിനോയി ഇല്ലേ, നമ്മൾ ബിനോയിയുടെ ഒക്കെ കാര്യം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി, ഫുള്ളായിട്ട് തളർന്നു പോയി. അരയ്ക്ക് താഴോട്ട് തളർന്നു പോയിട്ട് ഇവനെ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് അപ്പോൾ ഈ അപ്പനും അമ്മയും ഉണ്ടാക്കിയ ഒരു വീടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഈ കുഞ്ഞു കൊച്ചു വന്നിട്ട് ഇവർ ഒത്തിരി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഉണ്ടായിരുന്ന സാധനവും അത് ഇതെല്ലാം വിറ്റുപറക്കി. പക്ഷേ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി. ഇനി ഒന്നും ചെയ്യാൻ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയേക്കുക. പക്ഷേ ഈ ഹിന്ദിക്കാർ കൂട്ടുകാരന്മാർ ഇവനെ കാണാൻ വരുമ്പോൾ ഇവരെന്തൊക്കെയോ കൊണ്ടു കൊടുക്കും. ഇവന് ഈ സാധനം എല്ലാം വായിക്കകത്തുമൊക്കെ വെച്ചിട്ട് ഇവന് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത്. അതേ പറയാൻ പറ്റത്തുള്ളൂ, ആ പേരേ പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിക്കും ഭ്രാന്ത്. എന്നിട്ട് ഇവൻ എന്നെ എന്ന് ചോദിച്ചാൽ ആ പെണ്ണിനെ ആ കിടന്ന കിടപ്പി എന്തെങ്കിലും കഴിക്കാനും പറക്കാനും എല്ലാം ചെല്ലുമ്പോൾ എറിയുക, അടിക്കുക, ഇടിക്കുക, ഭയങ്കര ദ്രോഹിക്കുക. ആ പെങ്കൊച്ച് കുറച്ച് നാൾ പിടിച്ച് നിന്നു. 3-4 വർഷം ഇവനെ നോക്കി പരിപാലിച്ച് പിടിച്ച് നിന്നു. ലാസ്റ്റ് അവൻ മലം വാരി ആ സ്വന്തം ഭാര്യയുടെ മുഖത്തോട്ട് എറിഞ്ഞെന്ന്. കൈക്കും ഒന്നും പ്രശ്നമില്ല, അവൻ വെട്ടക്കിടന്നല്ല എല്ലാ കാര്യവും ചെയ്യുന്നത്. എന്നിട്ട് അവൻ മലം എടുത്തിട്ട് ആ സ്വന്തം വൈഫിൻ്റെ ആ പെങ്കൊച്ചിൻ്റെ മുഖത്തോട്ട് എറിഞ്ഞെന്ന്. അന്ന് ആ പെങ്കൊച്ച് കരഞ്ഞ് അപ്പനോടും അമ്മയോടും ക്ഷമയും പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അതും ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓരോ പെൺകുഞ്ഞുങ്ങളെ കൂടപ്പുറപ്പുകളായിട്ടും കെട്ടിയവനായിട്ടും ഒക്കെ ദ്രോഹിക്കുമ്പോൾ ആ അപ്പനും അമ്മയും ആരോഗ്യം ഉള്ളതല്ല, ആയതുകൊണ്ടല്ലേ അവർ നോക്കി സംരക്ഷിച്ചത് ഇവൻ ജനിപ്പിച്ച കുഞ്ഞിനെ. എന്നിട്ട് മകളുടെ കുഞ്ഞാന്ന് പറഞ്ഞാലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുന്നത്, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും പണിത് ഇവരെയും കൂടെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ പ്രായമാകുമ്പോൾ നമുക്ക് അവർ കഞ്ഞി തരും എന്ന് പ്രതീക്ഷയല്ലേ ഓരോ പേരൻസും വളർത്തുന്നത്. എന്നിട്ട് അങ്ങനെ ഈ പെങ്കൊച്ചങ്ങ് പോയി. കൊച്ചിന് 6-7 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ഒരു 2 വർഷം കൊണ്ടൊക്കെ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും കൂടി എങ്ങനെയോ എന്തൊക്കെയോ ചെയ്ത് അവരൊക്കെ കൂടെ കുറേ പൈസയൊക്കെ സമ്പാദിച്ച് ഇസ്രായേലിലുള്ളൊരു ഫാമിലിയിലോട്ട് ഇവിടെ ജോലിക്ക് പറഞ്ഞു വിടും. അങ്ങനെ അത് അച്ഛന്മാരുടെ ഒക്കെ കൂടെ സഹായം കൊണ്ടാന്ന് പറഞ്ഞു ഇസ്രായേലിന് പോയി. അവിടെ ചെന്നിട്ട് അവൾ സ്വന്തമായിട്ട് അവിടെ നോക്കാൻ നിന്ന വീട്ടിലെ അമ്മ എന്തോ മരിക്കുകയും കണ്ട് ഇതിപ്പോൾ അവൾ വേറെ സ്ഥലത്തോട്ട് കയറി, കാരണം വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെ ഈ എന്നാ പറയുന്നത് ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്ത് അവൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു വീടൊക്കെ ഉണ്ടാക്കി നല്ല അന്തസ്സായി. ഇപ്പോഴും ആ പെങ്കൊച്ച് ഇസ്രായേലിലാണ്. അപ്പോൾ ഇവൻ ഈ കിടന്ന കിടപ്പായി ഇപ്പം 9-9.5 വർഷമാണ് ഈ കിടന്ന കിടപ്പായിട്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാലൊക്കെ ചുള്ളിക്കമ്പ് ഉണക്കായിരിക്കുന്ന, മെലിഞ്ഞിട്ട് ചുള്ളിക്കമ്പ് ഉണക്കായിരിക്കുന്ന കാലൊക്കെ. എന്നിട്ട് ഈ അമ്മയും അപ്പനും അതിൽ ആ ശിവൻ്റെ നോട്ടം. അമ്മയ്ക്കിട്ട് അടിക്കുമായിരുന്നു, അപ്പനിട്ടടിക്കുമായിരുന്നു. അമ്മയ്ക്കില്ലാത്ത കുറ്റമില്ലായിരുന്നു, അപ്പനില്ലാത്ത കുറ്റമില്ലായിരുന്നു, പെങ്ങൾക്ക് ഇല്ലാത്ത കുറ്റമില്ലായിരുന്നു. ആ പെങ്ങൾ കൊച്ചും ആ പെങ്ങൾ കൊച്ചിൻ്റെ കിട്ടിയവനും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പൈസയും ചിലവിനും ഒക്കെ കൊണ്ട് കൊടുക്കുന്നതെന്ന് ആ അപ്പനും അമ്മയും പറയാം. ആ അപ്പന് ഇത്രയും പ്രായം 10-72 വയസ്സുണ്ട് അപ്പന്. ആ അപ്പൻ ജോലിക്ക് പോവുക. 65 വയസ്സുള്ള അമ്മ ഇവൻ്റെ തീട്ടവും മൂത്രവും എടുത്ത് ഇവനെ പരിപാലിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ ദൈവമേ, അത്രയും വലിയ മനസ്സൊന്നും എനിക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആ അമ്മയോടും അച്ഛനോടും ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്. അത് എന്നാ ചോദിക്കാൻ കാര്യമെന്നറിയോ, അമ്മയ്ക്ക് ഇപ്പം ആ തളർന്ന് കിടക്കുന്ന അവൻ ഈ 1 വർഷം മുമ്പ് വരെ ആ അമ്മയ്ക്കിട്ടും അപ്പനിട്ടും എല്ലാം അടിക്കും. എന്നിട്ട് ഇവൻ കിടക്കുമല്ലേ, കിടന്നപ്പോഴത്തേക്കും ഇവന് അഴ കെട്ടിയിട്ടേക്കുവാ, കിടന്നേക്കുന്ന കട്ടിലിൻ്റെ ഭാഗത്ത് അഴ ഇട്ടേക്കുക. അപ്പോൾ ഒരു തോർത്തോ ടവലോ എന്നേലും എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു സ്റ്റീലിൻ്റെ അലമാരി ഈ സൈഡിൽ കിടപ്പുണ്ട്. അപ്പം അഥവാ ഇവർക്ക് വിളിച്ചിട്ടൊന്നും കേട്ടില്ലെങ്കിൽ ഈ കമ്പെടുത്ത് ഈ അലമാരിക്കിട്ടൊന്ന് കുട്ടുവോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പട്ടികയുടെ കഷ്ണം ഈ നമ്മൾ അറക്കുന്ന തടിയുടെയൊക്കെ കഷ്ണം വേസ്റ്റ് അങ്ങനത്തെ പട്ടിക കഷ്ണമാണ് എടുത്ത് ഇവൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്.
മോനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതേ കുട്ടിയാൽ മതി, അല്ലെങ്കിൽ നിനക്ക് തോർത്തെടുക്കണം, ഇതിൽ നിന്ന് കിള്ളി എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഒരു വർഷമായിട്ട് ദ്രോഹമില്ല. ഒരു വർഷം മുമ്പ് ആ അപ്പൻ പിന്നെ എന്തോ ഇവന് കൊടുക്കാനായിട്ടൊക്കെ ചെന്നിട്ട് എന്തോ തുണി എടുക്കാനങ്ങോട്ട് തിരികെ ഇവന് ഒറ്റ അടിയായി നിന്ന് 3 സ്റ്റിച്ച് അപ്പൻ്റെ നെറ്റിയേൽ. അപ്പം ഒരു പരിധി വരെ എനിക്ക് വലിയ സഹതാപം തോന്നിയില്ല. അതെൻ്റെ മനസ്സിൻ്റെ ആണോ എന്നാണെന്ന് എനിക്കറിയില്ല. അവൻ അർഹതപ്പെട്ടത് ദൈവം കൊടുത്തേക്കുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷെ അവനല്ല, ആ ആളല്ല പിന്നെ അനുഭവിക്കുന്നത്. അവൻ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, എന്നെക്കാട്ടി ഏജുണ്ട്, സോറി, അറിയാണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. നമുക്കേ ഒരു പീഡ അനുഭവിച്ചവർക്ക് ഇങ്ങനെയൊക്കെയുള്ള പീഡകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അവരോട് അത്രയും അറപ്പും വെറുപ്പും തോന്നും, സത്യം. എന്നിട്ട് ഈ അപ്പൻ്റെ 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു, പട്ടിയെ കഷ്ണം വെച്ച് അടിച്ചിട്ട്. ലാസ്റ്റ് ഇവൻ്റെ അടുത്ത് ചെല്ലാൻ ഇവർക്കെല്ലാം പേടിയായി. അപ്പോൾ ഫുഡ് അതിനേലും കൊടുക്കണമെങ്കിൽ ഇവന് വിശക്കുമ്പോഴത്തേക്കും കിടന്ന് ആലറും. അപ്പിയിട്ടിട്ട് മൊത്തം കട്ടിലേലും ദേഹത്തും മൊത്തം വാരി തേച്ച് വെക്കും. ഒന്ന് ഓർത്ത് വയ്ക്കുക, 65 വയസ്സായ അമ്മ ഇപ്പോഴും. നമ്മൾ കുഞ്ഞിലെ അപ്പിയൊക്കെ കഴിക്കും അല്ലേ, മക്കളെ നമുക്കെല്ലാവർക്കും കൊച്ചുമക്കളെയും നമ്മുടെ മക്കളായിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ മലം ഇഷ്ടമാണോ എല്ലാവർക്കും? ഛർദി ഇഷ്ടമാണോ എല്ലാവർക്കും? ഇല്ല. ഛർദിയും മലവും ഒക്കെ എല്ലാവർക്കും തന്നെ അറപ്പും ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് അല്ലേ, വിസർജിച്ച് വെക്കുന്ന സാധനങ്ങൾ. പക്ഷെ നമുക്ക് നമ്മുടെ മക്കളെ ജന്മം കൊടുത്ത മക്കളുടെ കോരിക്കളയണം, കൊച്ചുമക്കളുടെ കോരിക്കണം, അതൊക്കെ നമ്മളങ്ങ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലിക്ക് പോയി ഒരു ഹോം നേഴ്സായിട്ട് നോക്കിയെങ്കിൽ അവരുടെ ഡൈപ്പർ മരുന്ന്, അതൊക്കെ നമ്മുടെ ജോലിയുടെ പാട് ചെയ്യുന്നു. പക്ഷേ എല്ലാവരും ഭയങ്കര ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. ഒരിക്കലും ആണെന്ന് ഞാൻ പറയത്തില്ല. നേഴ്സുമാരൊക്കെ ചെയ്യുന്നുണ്ട്, അതുങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു, ശരിയല്ലേ? അപ്പോൾ ഈ ഇത്രയും പ്രായമുള്ള അമ്മ ആ മകനെ ഇത്രയും ദ്രോഹിക്കുന്ന മകനെ കഞ്ഞിവെള്ളം ഒരു പ്രാവശ്യം അമ്മ കൊണ്ടുപോയി കഞ്ഞിവെള്ളം വെച്ച് കൊടുക്കുന്നത്, എന്തിനോ കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് വെച്ച് കൊടുത്തു. അമ്മ എന്തിനോ തിരിഞ്ഞപ്പോഴത്തേനും അത് അമ്മയുടെ ദേഹത്തോട് എടുത്തൊഴിച്ചെന്ന്. വലിയ ചൂടില്ലായിരുന്നു മോളെ, അതുകൊണ്ട് പുള്ളിയിരുന്നു. ഇവൻ്റെ തൊണ്ടേന്നൊക്കെ ഇങ്ങനെ വേദനയാ കുറുകുറാന്ന് സൗണ്ട് കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ ചൂട് ഉള്ളത് കഞ്ഞിവെള്ളം കൊടുക്കാമെന്നത് ചൂടോടെ എടുത്തുകൊണ്ട് വെച്ചതാണ്. ഒന്ന് ഓർത്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ ചെയ്യുന്നറിയോ, ഒരു 2 വർഷം മുമ്പ് ഈ ഒട്ടും നോക്കാൻ പറ്റത്തില്ലാതെ അവസ്ഥയായി. അപ്പനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ആയപ്പോഴത്തേനും അവിടുത്തെ പരിസരക്കാരും പള്ളിയിലെ അച്ഛനും എല്ലാം കൂടെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാം തൽക്കാലത്തേന്. എന്നാന്ന് വെച്ചാൽ പൈസ ഉണ്ടായിട്ടില്ല, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ചോണം. എന്നിട്ടൊരു ഹോം നേഴ്സിനെ വെച്ചു. ഹോം നേഴ്സ് വന്നു ഇവരെ നോക്കുകയും തുടങ്ങിയ പരിപാടിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഒരാഴ്ച ആയപ്പോഴത്തേനും ഹോം നേഴ്സുമായിട്ട് ഭയങ്കര സ്നേഹമായി, എല്ലാം ലോകിയായി. ലോകിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നാ ചെയ്തു, ഹോം നേഴ്സ് കൂടെ കിടക്കണം. ലാസ്റ്റ് ഹോം നേഴ്സ് കൂടെ കിടക്കാനും തീരുമാനിച്ചു. അമ്മയുടെ പറിച്ചിട്ട് കേട്ട് ഞാൻ ചിരിച്ച് മണ്ണ് തപ്പി കേട്ടോ. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ആരാണേലും ചിരിച്ചു പോവും. എന്നിട്ട് ഹോം നേഴ്സും ഇവൻ്റെ കൂടെ കിടക്കുക. അപ്പോൾ ഈ അമ്മയ്ക്കും അപ്പനും പേടിയായി, വല്ല കാര്യം അരക്കി താഴോട്ട് താഴ്ന്നു, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. എന്നിരുന്നാൽ പോലും ഇതൊരു പാവമല്ലേ ചെയ്യുന്നത്, ഭാര്യയും കുഞ്ഞും ഉള്ളതല്ലേ. അപ്പം അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൺമുമ്പിൽ മറ്റൊരു പെൺകുട്ടി അങ്ങനെ ഇതാകുന്നത് തെറ്റല്ലേ എന്ന് കരുതി. എന്നിട്ട് ഇവരോട് രണ്ടിനോടും പറഞ്ഞിട്ട് ഇവർ രണ്ടും അങ്ങനെ ആകുന്നില്ല, പുള്ളിക്ക് സുഖമാകാനായിട്ടല്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. വലിയ പ്രായമില്ലാത്തൊരു പെങ്കൊച്ചാന്ന് പറഞ്ഞു ഹോം നേഴ്സായിട്ട് വന്നത്. ലാസ്റ്റ് ഒരു 6 മാസമൊക്കെ ആ ഹോം നേഴ്സ് നോക്കി. അത് കഴിയുമ്പോൾ അവളെ ദ്രോഹിക്കാൻ തുടങ്ങി, അവളും ഇട്ടിട്ട് പോയി. ലാസ്റ്റ് ഇപ്പം വന്നിട്ട് പോയിട്ട് ഈ അപ്പനും അമ്മയും ഉള്ളൂ. ആ അപ്പനും അമ്മയും ഞങ്ങളെ ദ്രോഹിക്കാതിരുന്നാൽ മതി മോനെ, എങ്ങനെയെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളെ ഈ ഉപദ്രവിക്കാതിരുന്നാൽ മതി, കൈ കിട്ടുന്ന വെച്ചാൽ അവൻ എറിയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇപ്പം ഈ ഒരു വർഷത്തോളമായിട്ട്, ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇവന് അത്രയ്ക്ക് അങ്ങ് ത്രാണിയില്ല, ആരോഗ്യമില്ല. പിന്നെ മറ്റേ ഹിന്ദിക്കാരെ ആരും ഇവർ വീട്ടിൽ കയറ്റുന്നില്ല. ഈ ഹിന്ദിക്കാരാണ് കൊണ്ടുവന്ന് ഈ ലഹരി സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ കേരളം എത്ര കണ്ട് അതപ്പതിച്ചു എന്ന്. നമുക്ക് മലയാളികൾക്ക് പണിയാൻ കഴിയല, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയല. എന്നിട്ട് നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളി, അതിഥികൾ അല്ലേ, അതിഥി തൊഴിലാളികൾ കാണിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കുന്ന കളിയത്. ആ മനുഷ്യനെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു വീണ് തളർന്ന് കിടക്കുന്ന മനുഷ്യനെ ലഹരി കൊടുത്ത് അങ്ങനെ അവർ നിറയിക്കാവുന്നതിൻ്റെ അപ്പുറം നിറയിച്ചു. ഇനി ചികിത്സയും കാര്യങ്ങളും ഒന്നും ചെയ്യാനില്ല. പിന്നെ പള്ളിക്കാരുടെ ദയ കൊണ്ടും അലിവ് കൊണ്ടും പിന്നെ ചുറ്റുവട്ടത്തുള്ള 1-2 വീട്ടുകാരനെ, പിന്നെ പെരയ്ക്ക് ചുറ്റിനും ഒരു ശകലം ഏലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞു വീടാണ്, ഏലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
അതും കൊണ്ടാണ് അതുങ്ങൾ കഴിഞ്ഞു പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കേൾക്കണം. ഇവൻ കല്യാണം കഴിച്ച ഇടയ്ക്ക് ആ പെങ്കൊച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടി. ഇപ്പോൾ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപ്പനും അമ്മയും ഉണ്ടാക്കി ഈ കുഞ്ഞു വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ വീട് സൗന്ദര്യം പോരാന്നും പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അവർ തന്നെ ഷെഡൊക്കെ അടിച്ച് അങ്ങനെ ഒരു വീട് കിട്ടി. ആ വീട് കിട്ടിയിട്ട് തന്നെ ഇതെന്നറിയോ, അത് ഈ പെണ്ണ് പോയില്ലേ, പെണ്ണ് ഇട്ടെറിഞ്ഞിട്ട് പോയല്ലോ. ഇട്ടെറിഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ എന്നായിരുന്നറിയോ, അത് 8 ലക്ഷമോ അങ്ങാണ്ട് രൂപയ്ക്ക് വിറ്റിട്ട് ആ 8 ലക്ഷം രൂപ ഒറ്റ വർഷം കൊണ്ട് അടിച്ചു പൊളിച്ച് തീർത്തു. അത് അടിച്ചു പൊളിച്ച് തീർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദിക്കാരാണ് ഇവൻ്റെ കൂട്ടുകാരും ആൾക്കാരും ക്യാഷ് എടുക്കുന്നതും ക്യാഷിൻ്റെ കൈകാര്യം മൊത്തം ചെയ്യുന്ന ഈ ഹിന്ദിക്കാരാണ്. പിന്നെ ഹോം നേഴ്സ് പെങ്കൊച്ച് 6 മാസമായി വീട്ടോട്ട് പോയെന്ന് പറഞ്ഞല്ലേ, അവളെ വിശ്വസിച്ച് അവളെ ATM കാർഡും അവളുടെ പിൻ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഏതാണ്ട് 3-4 ലക്ഷം കണ്ട് ലാസ്റ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അത് അവൾ ATM ഇട്ട് എങ്ങനെയെങ്ങാണ്ട് പൈസയും കൈക്കലാക്കിക്കൊണ്ടാണ് അവൾ പോയെന്ന്. അപ്പം ആ ഉള്ള പൈസയും ഇപ്പം ആരും നോക്കണ്ട, ആ ഉള്ള പൈസയും അപ്പനും അമ്മേനെയും നോക്കാതെ അപ്പനെയും അമ്മേനെയും സ്നേഹിക്കാണ്ട് ബഹുമാനിക്കാണ്ട് ചെയ്തതിനുള്ള ഫലമല്ലേ. അത് നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. എനിക്ക് സങ്കടം തോന്നുന്നില്ല സത്യമായിട്ട്. ആ കിടപ്പ് കണ്ടിട്ട് സത്യം ആദ്യം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പേ കിടപ്പൊക്കെ കാലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. സത്യമായിട്ട് ഞാൻ പറയാം, മനസ്സിനകത്തൊരു ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. പക്ഷേ ആ അമ്മയും അച്ഛനും അപ്പനും പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഉണ്ടല്ലോ, ദൈവമേ ഇവനെ എന്തിനാ ദൈവമേ നീ ഇട്ടേക്കുന്നത് ഇവർക്ക് ഭാര്യയായിട്ട്. ആ അപ്പനോ ഇപ്പോൾ ഉണ്ടല്ലോ പുറം മുഴുവൻ പൊട്ടി. അതാ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവൻ അധികം ദ്രോഹിക്കാനായിട്ട് വരുന്നില്ല. പുറം മുഴുവൻ വ്രണം മുണക്ക് പൊട്ടി, ഇടുക്ക് ഭാഗത്തോ പുറവശോ എല്ലാം പൊട്ടിയിരിക്കുവാന്ന്. എന്നിട്ട് മറ്റേ നമ്മുടെ ഒരു ഇത് കൂട്ടുണ്ടല്ലോ, ഒരു നീല കളറിൽ വരുന്ന അത് തേച്ചിട്ട് പൊട്ടാസ്യം അങ്ങനെ കണ്ട് പറഞ്ഞൊരു സംഭവമില്ലേ, അത് കലക്കി എന്തോ കാണിച്ച് ആ അമ്മ തേക്കുവാന്ന്. അന്നേരം കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഹെൽത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാ ചെയ്യുന്നത്, ഈ ഫുൾ കിടപ്പല്ലേ, ഇപ്പം കുറേ വർഷങ്ങളായില്ലേ കിടപ്പ് തുടങ്ങിയിട്ട്. അങ്ങനെ ആ കിടപ്പ് കിടന്നപ്പോൾ പോലും സ്വന്തം ഭാര്യേനെയും സ്വന്തം പെങ്ങളെയും സ്വന്തം അപ്പനെയും അമ്മേനെയും ദ്രോഹിച്ച് അവൻ്റെ അവസ്ഥ ഓർത്ത് നോക്കി. ഇത്രയെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം, എനിക്കൊരു കാര്യം മനസ്സിലായത് എന്നാണെന്നറിയോ, ഭാര്യയെ ഇട്ടിട്ട് പോയി. ഇട്ടപ്പോൾ അവൾ ഇട്ടിട്ട് പോയി. അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ അമ്മ ഇപ്പോഴും പറഞ്ഞു, എപ്പോഴും അവൾ വിളിക്കാറുണ്ട്, വില പൈസയൊക്കെ അയച്ചു തരാറുണ്ട് വല്ലപ്പോഴുമൊക്കെ. അത് അവരുടെ വീട്ടുകാരറിയാണ്ട, ആ പെണ്ണിൻ്റെ വീട്ടുകാരറിയാണ്ട് ഇച്ചിരി പൈസയൊക്കെ അയച്ചു തരാറുണ്ട്. പിന്നെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ടെന്ന്, അമ്മച്ചി അച്ചാച്ചയും വിഷമിക്കണ്ട, ഞാൻ ജീവനോടെ ഉണ്ട്, നിങ്ങളെ നോക്കിയിരിക്കുമെന്ന്. പക്ഷേ പുള്ളീനെ ഞാൻ നോക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല അമ്മേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ നല്ല നിലയിലെത്തിക്കും, എന്നിട്ട് ഞാൻ അമ്മേനെ അച്ചാച്ചേനെയും അമ്മച്ചീനെയും നോക്കിക്കോളാം എന്ന് പറയുമെന്ന്. അപ്പോൾ ഒന്ന് ഓർത്ത് ജനിപ്പിച്ച കുഞ്ഞുങ്ങൾ ദ്രോഹം. വല്ലയിടത്തൊന്നും വന്ന കൊച്ച് അതങ്ങനെ പറഞ്ഞു മോനെ അങ്ങനെയാണ് കൊച്ചേ പറയുന്നേ, ഇവൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ കേൾക്കുമ്പോഴത്തേന് ഈ പറയുന്നത് കേൾക്കുമ്പം വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. സങ്കടപ്പെട്ട ഒരു കണ്ണൊക്കെയാണ് ലാശാവത്ത്. ഇതെല്ലാം അമ്മ അപ്പുറത്തിരുന്ന് എൻ്റെ കേൾക്കെ അവൻ കേട്ടുകൊണ്ട് ഇപ്പുറത്തെ റൂമിൽ കിടക്കുക. അന്നേരം പറയുന്നത് മുഴുവൻ. അപ്പം ഇതും മൊത്തം അവൻ ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ, അറിയാണ്ട് സോറി കേട്ടോ പറഞ്ഞു പോയതാണ്. പ്രായം എന്നെക്കാട്ടി കൂടുതലേ കാണത്തുള്ളൂ തോന്നുന്നു, എനിക്കറിയത്തില്ല. പ്രായമൊന്നും ഞാൻ ചോദിച്ചില്ല. മെലിഞ്ഞ് തുണിഞ്ഞിട്ടേ ഒരു നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ ഈ ചിന്നനൊക്കെ നമ്മുടെ കണ്ണൻ്റെ അനിയനൊക്കെ ഇല്ലേ, അവനെക്കാട്ടി ഒരു ശകലം കൂടി ഉള്ളൂ വലിപ്പമൊക്കെ. ആ ഒരു അതാ നമുക്കറിയാണ്ട് എടാ അങ്ങനെ വായി വരുന്നത് കേട്ടോ. ഒരു കുഞ്ഞു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞു പയ്യൻ കിടക്കുന്നതോടെ തോന്നുന്നുണ്ട്. എന്നിട്ട് ഷർട്ട് ഇടിയിപ്പിച്ചിട്ടില്ലായിരുന്നേ. ഈ എല്ലാം കൂടി ഇങ്ങനെ കുഴിഞ്ഞിട്ടേ, വാരിയെല്ലാം കൂടി ഇങ്ങനെ കുഴിഞ്ഞിട്ട് ഇങ്ങനെ കുഴി മാതിരി ഇരിക്കും. അയ്യോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ ഈ അസ്ഥികൂടമൊക്കെ കണ്ടിട്ടില്ലേ, ഒന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ താന്ന്. ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, ചിലരുടെ ഔദാര്യമാണ് ജീവിതം. സത്യം, ഇവന് അവൻ്റെ അമ്മയുടെ അപ്പൻ്റെ ഔദാര്യവും ആ ഭാര്യയുടെ ഔദാര്യമാണ് ഈ ജീവിതം. സത്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ മറ്റുള്ളവരെ ദ്രോഹിച്ച് കൂട്ടും. പക്ഷെ ചില അറിവുള്ള കുടുംബക്കാർ, അറിവുള്ള ആൾക്കാരൊക്കെ നമ്മൾ ദ്രോഹിക്കാൻ പോകാണ്ടിരിക്കും മറ്റുള്ളവരെ. അപ്പോൾ എന്നെ ചെയ്യും, ദൈവം ഇടപെടും, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെയുള്ളവരെ ദൈവം കാത്തു പരിപാലിക്കും, സംരക്ഷിക്കും. ഉറപ്പായ കാര്യം കേട്ടോ. ആ അമ്മയ്ക്കും അപ്പനും ഇപ്പോഴും എണീറ്റ് നടക്കാനുള്ള ആയുസ് വരയ്ക്കും. ഒരു അസുഖമില്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക്
ഇപ്പോൾ ശകലം കാലിന് വേദനയും കൈക്ക് വേദനയും ഒക്കെ കൊണ്ട് പോനെ ഇവനെ പിടിച്ചൊന്നും അങ്ങോട്ടും വലിച്ച് വെക്കാനൊന്നും പറ്റുന്നില്ല മക്കളെ. അല്ലാണ്ട് ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ കണ്ണിന് കാഴ്ച കുറവോ ചെവിക്ക് കുറവോ ഒരു പ്രശ്നവും എനിക്കില്ല, ആൾക്കുമില്ല. ആളിപ്പോഴും വാച്ചറായിട്ടും പിന്നെ ഏലക്കാട്ടി വാച്ചറായിട്ടും കാപ്പി വാച്ചറായിട്ടും അങ്ങനെയൊക്കെ പോയാൽ ജീവിക്കുന്നത്. വാച്ചറായിട്ടെന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ പോകണ്ടേ. അങ്ങനെയൊക്കെ ആ 72 വയസ്സുള്ള ആ മനുഷ്യൻ പോയി കഷ്ടപ്പെട്ട് ചിലവിന് കൊടുക്കുന്നതെന്ന് ഈ മകന്. അപ്പോൾ എനിക്ക് ഇന്ന് സത്യത്തിൽ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് എന്നാണെന്നറിയോ, ഒരേ ഒരു കാര്യം എനിക്ക് മനസ്സിലായുള്ളൂ, എല്ലാവരും ഉപേക്ഷിക്കും, എല്ലാവരും ഇട്ടിട്ട് പോവും ദ്രോഹിച്ച് കഴിഞ്ഞാൽ. സത്യം, എല്ലാ മനുഷ്യരും ദ്രോഹിച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോവും. സ്വന്തം ഭാര്യ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, കൂടപ്പുറപ്പുകളായിക്കോട്ടെ. പക്ഷെ അപ്പനും അമ്മയും അവരുപേക്ഷിക്കുകയില്ല എത്ര കണ്ട് ദ്രോഹിച്ചാലും. പക്ഷെ അത് ചിലർക്ക് മനസ്സിലാകത്തില്ല, വീണ്ടും വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കും അല്ലേ. ചിലർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഉപേക്ഷിക്കത്തില്ലാത്ത രണ്ടേ രണ്ട് വ്യക്തികൾ ഈ ഭൂമിയിൽ, പിന്നെ ദൈവവും. ഞാൻ ഇന്ന് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിലോർത്ത്, എൻ്റെ ദൈവമേ ഈ ഈ മനുഷ്യനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു. കാരണം ഈ അപ്പനും അമ്മയും അനുഭവിക്കുന്ന, അവനവിടെ നീണ്ടു തോന്നുന്നു കിടക്കുന്നേ ഉള്ളൂ. അവന് വേദന കാണും, ഇങ്ങനെ അനങ്ങാനും മിനങ്ങാനും ഒന്നും വേല, അവൻ്റെ ശരീരത്തിന് വേദന കാണും, ചിലപ്പോൾ മനസ്സിലും വേദന കാണും. പക്ഷെ ചെയ്തൊക്കെ ഓർത്ത് ഇങ്ങനെ കിടക്കുന്ന കട്ടപ്പിലോ എത്രയാന്ന് പറഞ്ഞാലും ചിന്തിക്കാതിരിക്കും. ബോധമുണ്ടേ ചിന്തിക്കും അല്ലേ. ഞാൻ എൻ്റെ ഇവിടെ മുഖത്തോട്ട് ഇത് എറിഞ്ഞിട്ടല്ലേ അവളെന്നെ ഇട്ടിട്ട് പോയത്, ചിന്തിക്കുകയല്ലേ. അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അവൾ കയറി വരാത്തത്, അവൻ ചിന്തിക്കില്ലേ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഒരു നോക്ക് കാണാൻ പറ്റാത്തത് ഇതുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കും, ബോധം ഉണ്ടെങ്കിൽ. പിശാചുക്കളാണെങ്കിൽ ചിലപ്പം ബോധമോ മനസ്സിൽ സ്നേഹവും നന്മയില്ലാത്ത നിങ്ങൾ ചിന്തിക്കത്തുമില്ലായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ആ അമ്മയും അച്ഛനും പറയുന്ന ഈ ലഹരി കഴിച്ച് മെൻ്റലും ശരിക്കും ഒരു ഭ്രാന്തനെ പോണക്കായിപ്പോയി. ഓലറി കൂയി അയൽപ്പക്കാർക്കെല്ലാം ഭയങ്കര ശല്യമായിരുന്നു. ഇപ്പോൾ ഏതായാലും ഒരു 8-9 മാസം 1 വർഷക്കാലമായിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. പക്ഷേ അനക്കിയെടുത്ത് അങ്ങോട്ട് വെക്കാനും ഇങ്ങോട്ട് വെക്കാനും ഒക്കെ എന്നും പറ്റത്തില്ല. ഒന്നും ഇപ്പം നമ്മൾ സാധാ ഒരു ഇതാണെങ്കിൽ എല്ലാ ആശാപ്രവർത്തകരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഒന്നും ചെല്ലത്തില്ല, ആഴ്ചയിലൊന്നോ അങ്ങനെയൊക്കെ ചെല്ലത്തുള്ളൂ. അവരവരുടേതായ ഡ്യൂട്ടി ഇതനുസരിച്ചേ ചെല്ലത്തുള്ളൂ. അപ്പം ഇതുങ്ങൾ വന്ന് നീറ്റാക്കി പറക്കിയൊക്കെ തരും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യും. അതൊക്കെയാണ് മോനെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. വേറെ ഈ പൊട്ടിയതൊക്കെ ഒന്ന് കരിഞ്ഞ് ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു, മുറിവ് ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയെന്ന് ആ അമ്മ പറയാം. ആ അമ്മയുടെ മനസ്സാണ് ഞാൻ കണ്ടത്. സത്യം കേട്ടോ, എനിക്കാണെങ്കിൽ അത്രയൊന്നും പറ്റത്തില്ല. ദൈവമേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, നമുക്ക് സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അവസ്ഥ എന്നാന്ന് അറിയത്തില്ല. പക്ഷേ ആ അമ്മേനെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തു, അവരൊക്കെയാണ് ജീവിക്കുന്ന ദൈവം, സത്യം കൺകണ്ട ദൈവം. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്ന്. കാരണം ഈ ഭൂമിയിൽ കുറേയൊക്കെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ പരിസരത്ത് തന്നെ കൊടുക്കും ഓരോ മനുഷ്യർക്ക് ഓരോ കാര്യങ്ങൾ. അതെന്തിനാണെന്നറിയോ, നമ്മൾ കണ്ട് നമുക്ക് മനസ്സിലാണ് നമ്മൾ ചെയ്യുന്ന ദുഷ്ടത്തരം. നമ്മൾ മറ്റൊരാളെ ദ്രോഹിച്ചാലൊക്കെ ഇതാണ് നമ്മുടെ അവസ്ഥ. നാളെ ഇന്നല്ലെങ്കിൽ നാളെ, പണ്ടൊക്കെ ദൈവം പിന്നെ ഇപ്പം ദൈവം കൂടെ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ അല്ലേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ ഓരോരുത്തരെയും നമ്മുടെ മുമ്പിലോട്ട് ഇട്ട് തരുന്നത്. സത്യം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ആ ചെറുക്കൻ്റെ ആ മനുഷ്യൻ്റെ കാര്യത്തിൽ എനിക്ക് ഉള്ളിൽ അത്ര വലിയ വേദനയൊന്നും തോന്നിയില്ല. പക്ഷെ ആ അമ്മയുടെ അപ്പൻ്റെ ഈ ഏജിലും അവർ കിടന്ന് പാടുപെടുന്നതും കഷ്ടപ്പാടും ആ ദുരിതവും ഒക്കെ ഓർത്തപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിന് വിഷമം വന്നു കേട്ടോ. എന്നാ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ദയനീയമായ കാഴ്ചയായിരുന്നു ഇന്നത്തെ ഒരു കാഴ്ച. എന്തായാലും പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ കണക്കിലെടുത്തേക്കുന്ന ഒരു കാര്യമാണ് രോഗി സന്ദർശനവും. ഇതിപ്പോൾ എന്നിട്ട് നിങ്ങൾ വന്നിന്ന് കുറ്റം പറയല്ലേ, നിങ്ങൾ ഏതേത് ചിലരെങ്കിലും വിചാരിക്കുമായിരിക്കും. പക്ഷേ കുറ്റമല്ല, ഞാൻ മറ്റുള്ളവരെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ഭൂമിയിൽ ഒരു കുഞ്ഞു നന്മയെങ്കിലും ചെയ്ത് നമ്മൾ ആർക്കും ഒരു ഉപകാരം ചെയ്യണ്ട. അത് അമ്മയ്ക്കായിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, കൂടപ്പുറപ്പുകൾക്കായിക്കോട്ടെ, ആർക്കും ഒരു ഉപകാരം ചെയ്യണ്ട. പക്ഷെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചോ 1, 2, 3 പ്രാവശ്യം, അതിൽ കൂടുതൽ ദ്രോഹിച്ചാലുള്ള ഗതിയായി ഇതൊക്കെ സത്യം. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നി ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. കാരണം നമ്മുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഫാമിലിയിലൊക്കെ ആണെങ്കിലും ഓരോരുത്തരുടെയും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അവനെ കള്ളു കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെ ഹാൻഡ്സ് വെക്കാറുണ്ട്, എൻ്റെ മകൻ രാത്രി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇത്ര മണി കഴിഞ്ഞേ വരാറുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ഭാര്യനെ ഇട്ടടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ തല്ലാറുണ്ട്, എൻ്റെ 4 മക്കളും എന്നെ നോക്കാറില്ല എന്ന് പറഞ്ഞ് കരഞ്ഞൊരമ്മയുണ്ട്. 4 മക്കളുണ്ട്, എല്ലാം 4 നല്ല ജോലിക്കാർ. പക്ഷേ
എന്നെ സംരക്ഷിക്കത്തില്ല നോക്കത്തില്ല എന്ന് പറഞ്ഞ ഭർത്താവ് മരിച്ച ഒരു അമ്മയുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെയൊക്കെ ഉള്ളവർ ആരെങ്കിലും ഒരാളേലും കാണുമോ കേൾക്കുമോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാനിതിപ്പോൾ ഷെയർ ചെയ്താ കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പം ശരിക്കും ഒരു മനസ്സിനകത്തൊരു വിങ്ങൽ, ആ കിടപ്പും ഭാവവും ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തളം കെട്ടി നിൽപ്പുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ ഇപ്പോഴും എടുത്തു പറയാം, എനിക്ക് ആ പുള്ളിയോടൊരു സഹതാപം തോന്നിയില്ല. ആ സമയത്ത് എൻ്റെ നമ്മുടെ ബിനോയിയുടെ അടുത്ത് പോയപ്പോൾ ഉണ്ടല്ലോ, അന്നൊക്കെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ ബിനോയുടെ ഇപ്പോഴത്തെ അവസ്ഥ നല്ലതായിട്ട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നന്നായിട്ട് കൈയും കാലും ഒക്കെ ചലിപ്പിക്കാൻ തുടങ്ങി. വോക്കറയിൽ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് പിടിച്ചാൽ 1-2 അടിയൊക്കെ പയ്യെ വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്നും ഞാൻ നമ്മുടെ സാറിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കാരണം ഒരു കുടുംബത്തെ മുഴുവനായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന സാറാ. സത്യം പോയ ജീവൻ തിരിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ആ ബിനോയും ഇതും പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കുക. ബിനോയുടെ ഒക്കെ ഒരു ഇത് കണ്ടപ്പോൾ അവരൊക്കെ അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ദൈവം മാറ്റി മാറ്റി സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നുണ്ട്. ഒരാപത്തിൽ പെട്ടുപോയെങ്കിലും ദൈവം കാത്തു വരുവാനിക്കുന്നുണ്ട്. ഈശ്വരൻ്റെ രൂപത്തിൽ ആ സാറ് വന്ന ബിനോയിനെയും ബിന്ദുവിനെയും ഫാമിലിയെയും രക്ഷപ്പെടുത്തി. പക്ഷേ ഇവിടെയൊക്കെ ആരും ചെല്ലതുമില്ല. അയലോകക്കാർ പോലും ഇപ്പം കയറി ചെല്ലിയായിരുന്നു, ചീത്തവിളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നുകൊണ്ട്. പിന്നെ ഇപ്പോഴാണ് കുറേ ആയിട്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഇങ്ങനെ അനങ്ങാതെ ശാന്തമായിട്ട് കിടക്കുന്നത് എന്ന്. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഈ ലഹരിയിൽ നിന്ന്, മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ഒക്കെ ഏൽക്കുന്ന പീഡയും ദ്രോഹവും. ആ ചെറുക്കൻ നല്ലൊരു ചെറുക്കനായിരുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ ഈ അപ്പനും അമ്മയും പറയുന്നത്. അവൻ മഹാരാഷ്ട്ര പോയി ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ കൊണ്ടുവന്ന് അവൻ ഇവിടെ ഓരോ കാര്യങ്ങൾ തുടങ്ങിയപ്പോഴൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ കൂട്ടുകെട്ട് ഇവന്മാരുടെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത്രയും ഇതായിപ്പോയെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന പിന്നെ അകൃത്യങ്ങളും ഇങ്ങനത്തെ ഉള്ള ഓരോരോ എന്നാ പറഞ്ഞ ലഹരിയുടെ ഉപയോഗം കൊണ്ടുള്ള ഇതെല്ലാം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലേ, നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ സർക്കാരൊക്കെ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ നിരോധിച്ച എത്രയോ കുടുംബങ്ങളാണ് നശിക്കുന്നത് അല്ലേ. ഒരു കണക്കിന് പറഞ്ഞാൽ അത്ഭുതം തോന്നും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഈ കണ്ട കാഴ്ചകളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വലിയ ഹാപ്പി വീഡിയോ ഒന്നുമല്ല, ഒരു സാഡ് വീഡിയോ തന്നെയാണ്. പ്രത്യേകിച്ച് ആ അമ്മയ്ക്കും അപ്പനും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവമേ ഈ മകൻ്റെ ജീവൻ പോട്ടെ, അപ്പൻ്റെ അമ്മയുടെയും ജീവൻ ദൈവമേ നീ എടുക്കാവുള്ളായിരുന്നു. കാരണം ഈ അപ്പനും അമ്മയ്ക്ക് എന്തിനും പറ്റി ഈ മകൻ്റെ അവസ്ഥ എന്താവും? ഏതൊരു അനാഥാലയത്തിൽ എവിടെയും കൊണ്ടിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്വന്തം കാര്യം പോലും ചെയ്യാനും പറ്റത്തില്ല, പൈസ കൊടുത്താക്കാനായിട്ടുള്ള ശേഷിയില്ലെന്ന് ഓർത്ത് നോക്കി. അപ്പോൾ അങ്ങനൊന്നും വരാണ്ട് ദൈവം അപ്പനും അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ, എല്ലാം താങ്ങാനും സഹിക്കാനും ഉള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുക കേട്ടോ.